സുജയ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം വി ഡി സതീശൻ ഇത് ഒരു മുഖ്യമന്ത്രി പോരുമായി ബന്ധപ്പെട്ട് ഉള്ള ഈ 3 പേർക്കിടയിലെ മത്സരങ്ങളിലെ ഒരു സംഗതിയായി കൂടി ഇതിനെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. എന്ന് മാത്രമല്ല, നമ്മളുടെ ഈ വാർത്തയടക്കം രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് പറയുന്ന കാര്യങ്ങൾ. ഈ പല ക്യാമ്പുകളും ആ ചർച്ചയ്ക്ക് ശേഷം അവർ വിശദീകരിച്ച കാര്യങ്ങൾ പറയുകയുണ്ടായല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ ഈ കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. വി ഡി സതീശനല്ല, അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് വ്യക്തമാക്കുന്ന കാര്യമാണ്. മറ്റൊന്ന്, ഇവിടെ നേരത്തെ വേണുഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഒരു അഴിമതി, ഒരു പൊതുപണ ദുർവിനിയോഗം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം എന്തെങ്കിലും തരത്തിൽ അവിടെ നിന്നും എന്തെങ്കിലും തരത്തിൽ പാർട്ടിയുടെ അടക്കം എന്തെങ്കിലും പണം ഇതിനായി ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും കാശ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഡീൽ ഈ കാഴ്ചയുടെ ഭാഗമായി ഉണ്ടായിട്ടുണ്ടോ, അതിൽ അദ്ദേഹം ഉറപ്പായും മറുപടി പറയേണ്ടതാണ്. പ്രത്യേകിച്ചും CPM-നെ പോലെ ഒരു ഉത്തരവാദിത്ത രാഷ്ട്രീയ പാർട്ടി അതിനെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുമ്പോൾ ഉറപ്പായും വി ഡി സതീശനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് ഇതിൽ മറുപടി പറയേണ്ടതാണ്. മറ്റൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ അദാനിയുടെ പ്രോജക്ട്സ് എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിൽ പ്രദീപ് ജയരാമൻ എന്ന് പറയുന്ന ആളാണ് ഈ പൊസിഷനിൽ, ആൽവയുടെ പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ. ഈ പ്രദീപ് ജയരാമനെ എത്ര നേതാക്കന്മാർ ദിവസവും കാണുന്നുണ്ടാവും. ആ കാഴ്ചയൊക്കെ എന്തെങ്കിലും അഴിമതിക്കായാണോ, അതെന്തെങ്കിലും സ്വാർത്ഥലാഭത്തിനായാണോ, എന്തെങ്കിലും ഡീലിനാണോ എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. നമുക്ക് മുന്നിൽ അത്തരം തെളിവുകളുണ്ടെങ്കിൽ ഉറപ്പായും പറയാവുന്നതാണ്. നിലവിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങനെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ, അതും സ്വർണ്ണ കൊള്ള കേസ് സംശയിക്കപ്പെടുന്ന ഒരു ദുരൂഹ വ്യക്തി, അതും SIT ചോദ്യം ചെയ്ത ഒരു വ്യക്തിയുമായി അദ്ദേഹം എന്തിന് യാത്ര ചെയ്തു എന്ന കാര്യത്തിൽ ഉറപ്പായും വി ഡി സതീശൻ വിശദീകരണം നൽകേണ്ടതാണ്. അതിനൊപ്പം ഇതല്ല കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വിമർശനമോ, ഇതൊരു അഴിമതി എന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല, ഒരു ദുരൂഹ സന്ദർശനം എന്ന് മാത്രമേ നമുക്കിതിനെ വിശദീകരിക്കാൻ കഴിയുള്ളൂ. ഈ പറയുന്ന അവിടെ പോയി കണ്ട ഫറൂഖ്, ഈ ഫറൂഖുമൊത്തുള്ള ഇവിടുത്തെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെയുണ്ട്. ലീഗിൻ്റെ നേതാക്കൾ, തങ്ങളടക്കമുള്ളവർ, രമേശ് ചെന്നിത്തല, എല്ലാവരും കണ്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ ഫറൂഖ് തിരികെ കോൺഗ്രസിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇപ്പോൾ കർണാടകത്തിൽ സജീവമാണ്. അപ്പോൾ ഇതിനകത്ത് ഉള്ളത്, ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ രജികുമാറുമായി എങ്ങോട്ട് പോയി, അവിടെ പോയി അദാനി ഗ്രൂപ്പിൻ്റെ, അത് അദാനി കുടുംബത്തിൽപ്പെട്ട ഒരാളല്ല, അദാനിയുടെ ഉദ്യോഗസ്ഥനെ കണ്ടത് എന്തിന് എന്ന് പറയുന്ന ചോദ്യം ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമസ്ഥാപനം, നമ്മുടെ മാധ്യമസ്ഥാപനം ഉയർത്തുമ്പോൾ അതിൽ പ്രതിപക്ഷം അതിനെ കൃത്യമായി തന്നെ, ഇനി പ്രതിപക്ഷം എന്ന് പറയാമല്ലോ, പ്രതിപക്ഷത്തിരിക്കുന്ന CPM ഏറ്റെടുക്കുമ്പോൾ അതിന് ഉറപ്പായും മറുപടി പറയണം. പിന്നെ ഇതല്ല ആദ്യത്തെ വിഷയം, വയനാടുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടിൻ്റെ വിഷയങ്ങളുണ്ട്. വയനാട് ഫണ്ട് എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച് ഉത്തരം പറയാനാകാതെ നിൽക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് പ്രചരണ സമയത്ത് തന്നെ കോൺഗ്രസ് പ്രതിരോധത്തിലായ നിരവധി വിഷയങ്ങളുണ്ട്. മാത്രമല്ല, സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ആരാണ് പോറ്റിയെ കയറ്റിയതെന്ന് ഇപ്പോഴും ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ഉത്തരം ഇതുവരെയും AICC പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുമാത്രമല്ല, ഒരുപാട് ഉത്തരങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതിനൊക്കെ വളരെ വേഗം ഉത്തരം വരട്ടെ, ക്ലാരിറ്റി വരട്ടെ. ഇനി ഒരു അന്വേഷണത്തിലേക്ക് പോകാനാണെങ്കിലും ഒക്കെ സർക്കാർ ഉണ്ടാവണമല്ലോ. അങ്ങനെ ഒരു സർക്കാരും വളരെ വേഗത്തിൽ രൂപീകരിക്കപ്പെടട്ടെ എന്നുള്ളതേ പറയാനുള്ളൂ ഈ ഘട്ടത്തിൽ.